നമസ്കാരം. സമുദായത്തിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തെ രക്ഷെടുത്ത ജോർജ് കുട്ടി തന്നെയാണ് ജി സുകുമാരൻ നായർ. നായന്മാരുടെ തലവനെന്ന് സ്വയം ഹുങ്കു പറയുന്ന ഗോപുരത്തിങ്കൽ സുകുമാരൻ നായർ ഇന്ന് പറയുന്നത് കേട്ടു. സമുദായത്തിന് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്നതാണ് തൻ്റെ ജീവിതമെന്ന്. ആ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി വി ഡി സതീശനെ ഒരിക്കൽ തള്ളി പറഞ്ഞിട്ട് പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോൾ സെക്രട്ടേറിയറ്റിലെ വാതിൽ ചെന്ന് കൊട്ടിയത്. കൊട്ടിയിട്ടും തുറക്കാത്ത ആ വാതിൽ തുറക്കുമെന്ന് കരുതി 2 ദിവസമാണത്രേ തലസ്ഥാനത്ത് കെട്ടിക്കിടന്നത് കണ്ണിൽ എണ്ണയും ഒഴിച്ച്. പക്ഷേ സതീശൻ കനിഞ്ഞില്ല. അതേ ജാള്യത മറച്ചു വയ്ക്കാൻ തട്ടിവിട്ടു. സതീശൻ മഹാ അഹങ്കാരിയാണ്, ഇനി ഞാൻ വിളിക്കില്ലെന്ന്. NSS ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ സെറ്റപ്പിൽ തന്നെയാണ് വളരുന്നത്. ഒന്ന് നോക്കൂ, അതായത് പ്രിയങ്ക വാദ്രയുടെ കുട്ടിയും കുട്ടിയുടെ പട്ടിയും വരെ പാർട്ടിയുടെ സ്ഥാനങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെയാണ് സുകുമാരൻ നായർ നയിക്കുന്ന NSS സംഘടനയുടെ സെറ്റപ്പും. അണികളാണെങ്കിൽ അപ്പോൾ കയറ്റി പൊക്കിയിട്ടയ്ക്കും. ജനറൽ സെക്രട്ടറിയെ ഒരുത്തനും തള്ളിപ്പറയില്ല. തള്ളിപ്പറഞ്ഞാൽ അഡ്രസ്സും കാണില്ല. അതാ ഗണേഷ് കുമാറിന് നന്നായിട്ടറിയാതെ. സുകുമാരൻ നായരുടെ മക്കളും മരുമക്കളും അടങ്ങുന്ന കുടുംബവും കുടുംബത്തെ പുകഴ്ത്തുന്ന ഇഷ്ടക്കാർക്കുമൊക്കെ സമുദായ സംഘടനകളിലും സ്ഥാപനത്തിലും ജോലി ഉറപ്പായി. അതിന് വലിയ കഴിവും വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല. നായന്മാരുടെ ഇടയിൽ കഴിവില്ലാത്തവരില്ലാത്തതിനാൽ ഗോപുരത്തിങ്കൽ സുകുമാരൻ നായർ സ്വന്തം കുടുംബക്കാരെ കീ പോസ്റ്റുകളിൽ ജോലിക്കായി അവരോധിച്ചു എന്ന് കരുതിയാൽ മതി. അങ്ങനെ അദ്ദേഹം സമുദായത്തെ ഉദ്ധരിക്കാൻ കഷ്ടപ്പെടുകയാണ്. മന്നവും കിടന്നൂറും ഒക്കെ പടുത്തുയർത്തിയ സംഘടനയുടെ തലപ്പത്തേക്ക് കസേര വലിച്ചിട്ടിരിക്കുന്ന ജി സുകുമാരൻ നായരുടെ സമുദായത്തോടൊപ്പമുള്ള കുടുംബ ഉദാഹരണം ഇങ്ങനെയാണ്. മക്കൾക്ക് പുറമേ മരുമക്കൾക്ക് വരെ NSSൽ ജോലിയുണ്ട്. സുകുമാരൻ നായരുടെ മകൻ സുരേഷ് കുമാർ ചങ്ങനാശ്ശേരി NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഇൻചാർജാണ്. ഡോക്ടർ സുജാത മകൾ പ്രിൻസിപ്പളാണ് NSS ഹിന്ദു കോളേജ് പെരുന്നയിൽ. മകൻ ശ്രീകുമാർ NSS ഹെഡ് ഓഫീസിലുണ്ട്. ഉഷാറാണി ധനലക്ഷ്മി ബാങ്കിൽ പെരുന്നയിലുണ്ട്. മുമ്പ് NSSൻ്റെ അക്കൗണ്ടുകളെല്ലാം ധനലക്ഷ്മി ബാങ്കിലായിരുന്നു. മരുമക്കളാകട്ടെ അശോക് കുമാർ ധനലക്ഷ്മി ബാങ്ക് തിരുവല്ല. മറ്റൊരു മരുമകൾ ശ്രീദേവി NSS BHS പെരുന്നയിലെ അധ്യാപിക. അടുത്ത മരുമകൾ രാജലക്ഷ്മി കവിയൂർ NSS HSലെ അധ്യാപിക. ഇതുൾപ്പെട്ടതാണ് സുകുമാരൻ നായരുടെ NSS കുടുംബം. സുകുമാരൻ നായരുടെ കുടുംബമെന്നാൽ NSS കുടുംബം തന്നെയാണ്. അങ്ങനെ കണ്ടു പഠിക്കണം വെള്ളാപ്പള്ളിയും മറ്റുള്ളവരുമൊക്കെ. സ്വന്തം കുടുംബത്തെയാണ് വീട്ടിൽ ചെന്നാലും സ്വന്തം കുടുംബം, പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ചെന്നാലും സ്വന്തം കുടുംബം. കുടുംബത്തെ കണികണ്ട്, കുടുംബത്തെ ഉണർന്ന്, കുടുംബത്തെ കണികണ്ട് ഉറങ്ങിയൊക്കെ വളരെ ധന്യമാണ് ജി സുകുമാരൻ നായരുടെ ജീവിതം. അതുകൊണ്ടാണ് പറഞ്ഞത്, കുടുംബത്തിന് മുന്നിൽ 64 വർഷക്കാലം NSSൻ്റെ പത്തനാപുരത്തെയും കൊട്ടാരക്കരയിലുമൊക്കെ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്ന നമ്മുടെ ബാലകൃഷ്ണപിള്ള സാറോ അദ്ദേഹത്തിൻ്റെ മകൻ KB ഗണേഷ് കുമാറോ ഒന്നുമല്ല. ഗണേഷ് കുമാറിന് വ്യക്തമായിട്ട് അറിയാം സുകുമാരൻ നായർ ക്ഷിപ്രകോപിയാണ്. സുകുമാരൻ നായരുടെ കോപമേറ്റാൽ, സുകുമാരൻ നായർക്കൊരു കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം തെറിക്കുമെന്ന്. അങ്ങനെയാണല്ലോ മറ്റു നായന്മാർ അമ്മാവനും മരുമകനും എന്നൊക്കെ പറയുന്ന ജി സുകുമാരൻ നായരും KB ഗണേഷ് കുമാറും നമ്മൾ ഈയിടയ്ക്ക് തെറ്റിയത്. അതും പത്തനാപുരത്തെ താലൂക്ക് യൂണിയന് ചൊല്ലി ചില വിവാദങ്ങൾ. അങ്ങനെയൊന്നുമല്ല. മന്ത്രി എന്ന നിലയിൽ KB ഗണേഷ് കുമാറിനോട് ആവശ്യപ്പെട്ട കാര്യം സാധിച്ചു കൊടുക്കാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ജി സുകുമാരൻ നായർ KB ഗണേഷ് കുമാറിനോട് പിണങ്ങിയത്. അതുകൊണ്ട് തന്നെയാണോ ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോറ്റത്? ഗണേഷ് കുമാറിനെ തോൽപ്പിച്ചത് എന്തായാലും കരയോഗമാണോ അവിടുത്തെ നായർ വോട്ടർമാരാണോ എന്ന് വ്യക്തമായിരുന്നെങ്കിൽ അവരോട് തന്നെ ചോദിക്കണം. പെരുമറ്റം രാധാകൃഷ്ണൻ എന്ന നായർ ഐക്യവേദിയുടെ ചെയർമാൻ അടുത്തിടെ പറയുകയുണ്ടായി നമ്മുടെ ഒരു ചാനൽ ചർച്ചയിൽ, സുകുമാരൻ നായരെ അല്ല ഇനി KB ഗണേഷ് കുമാറിനെ പോലും പത്തനാപുരത്ത് ഒരു നായന്മാർക്കും വേണ്ടതായെന്ന്. കാരണം ഗണേഷ് കുമാർ പത്തനാപുരത്തെ നായന്മാർക്ക് നൽകിയിരുന്ന വില അത്ര മ്ലേച്ഛമായ വിലയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാർ ഇത്തവണ തെറിച്ചത്. പക്ഷേ സുകുമാരൻ നായർ 6ാം തവണയും NSSൻ്റെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ആരിനെടുത്തു? NSSൻ്റെ നായകസഭയിൽ ആരൊക്കെയുണ്ട്? KB ഗണേഷ് കുമാറിനെ പുറന്തള്ളി ബാക്കി എല്ലാ നായകന്മാരുമുണ്ട്. അപ്പോൾ നായകന്മാരെല്ലാവരും കൂടി ഗോപുരത്തിങ്കൽ സുകുമാരൻ നായരെ എടുത്ത് വീണ്ടും NSSൻ്റെ തലവനാക്കി വെച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ സെറ്റപ്പാണ് NSSൻ്റെ ഘടനയെന്ന്. അതേപോലെ തന്നെ പതിറ്റാണ്ടുകളായി കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മന്ത്രിമാരെ തീരുമാനിക്കുന്നതും ഒക്കെ NSS ആയിരുന്നു. പക്ഷേ 1ാം പിണറായി സർക്കാർ 2ാം പിണറായി സർക്കാരിലേക്ക് മാറിയപ്പോൾ ജി സുകുമാരൻ നായർക്ക് മനസ്സിലായി ഇനി കോൺഗ്രസ് നമ്പിയിട്ട് കാര്യമില്ല, നേരെ ഇടതിലേക്ക് തിരിയാമെന്ന്. അങ്ങനെ സുകുമാരൻ നായർ പിണറായി വിജയൻ്റെ CPMൻ്റെയും ജിഹ്വ, അതായത് നാവ്, അതായത് അവിടെ മൈക്ക് ബോക്സായി മാറി, വലിയൊരു മൈക്ക് ബോക്സായി മാറി. എന്നിട്ടെന്തായി?
ഒടുവിൽ അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത അവസ്ഥയായി. CPM-ന് വേണ്ടി അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞ് തിണ്ണനിരങ്ങി എന്നവരെ വിളിച്ചു. സതീശൻ തിരിച്ച് ചുട്ട മറുപടിയും കൊടുത്തു. ഞാനൊരിക്കലും ഒരിടത്തും ഒരു സമുദായ ആസ്ഥാനത്തും തിണ്ണനിരങ്ങാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും തിണ്ണനിരങ്ങി എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ ജി സുകുമാരൻ നായർ കരുതി കാണില്ല അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്നും അവിടെ ചെന്ന് വാതിലിൽ കൊട്ടേണ്ടി വരുമെന്നും. എന്തായാലും ഇനി സുകുമാരൻ നായർ എത്ര കൊട്ടിയാലും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ വാതിലുകൾ തുറക്കില്ലെന്ന് വളരെ വ്യക്തമായി. അപ്പോൾ പിന്നെ നായകന്മാരെല്ലാവരും കൂടി ജി സുകുമാരൻ നായരെ എടുത്ത് വീണ്ടും 6ാമതും ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരുത്തിയിട്ടുണ്ടല്ലോ. പട്ടാഭിഷേകം കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇനി ജി സുകുമാരൻ നായർക്ക് അവിടെ ഇരുന്ന് NSS കരയോഗം ഭരിക്കാം. പക്ഷേ ഓർക്കണം, കരയോഗം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കരയോഗത്തിന് നിരവധി ആസ്തികളുണ്ടെന്ന് നായന്മാർ തന്നെ അടക്കം പറയുന്നുണ്ട്. പക്ഷേ ആ ആസ്തികളെല്ലാം കരയോഗ അംഗങ്ങൾക്ക്, നായന്മാർക്ക് ഉപയോഗകരമായി മാറുന്നുണ്ടോ? അതില്ല എന്നത് പകൽ പോലെ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് NSS-ൽ നിന്നും ഇതാ പടല ഇറങ്ങിപ്പോകുന്നത് പോലെ അണികൾ ഇറങ്ങി മറ്റ് സംഘടനകളിലേക്ക്, സമുദായ സംഘടനകളിലേക്ക് ചേക്കേറുന്നത്.